ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് NCQG, IPEF, ന്യൂ ഇനീഷ്യേറ്റീവ് ബൈ ക്വാഡ്, സ്വച്ഛ് ഭാരത് മിഷൻ 2.0, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ശ്രീലങ്ക. അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCQGയെ കുറിച്ചാണ്. ഈ NCQG എന്നുള്ള ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ UNFCCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 29th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP29 ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ വർഷം നവംബർ 11 തൊട്ട് 22 വരെ അസർബൈജാന്റെ ക്യാപിറ്റലായിട്ടുള്ള ബാക്കുവിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾ ഡെവലപ്പിംഗ് വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ ഒരു 2009 തൊട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫണ്ടായിരുന്നു 2020 മുതൽ ഡെവലപ്ഡ് വേൾഡിലുള്ള രാജ്യങ്ങൾ ഒരു ആനുവലി $100 ബില്യൺ പൂൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ $100 ബില്യൺ ഫണ്ട് ഈ പറയുന്ന ഡെവലപ്പിംഗ് വേൾഡിലെ ഈ ക്ലൈമറ്റ് റെസിലിയൻസ് അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടാണ് ഈ NCQG അല്ലെങ്കിൽ ന്യൂ ക്യുമുലേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോൾ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ NCQG എന്താണെന്നുള്ളത് നമുക്ക് പറയാമെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പക്ഷേ 2025 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു നടപടിയാണ് അല്ലെങ്കിൽ അതിന് ആ സമയമാകുമ്പോഴേക്കും നടപ്പിലാക്കി തുടങ്ങേണ്ട ഒരു ഫണ്ടിങ് ആണ് ഈ NCQG എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബാക്കുവിൽ വെച്ച് നടക്കുന്ന COP29 പ്രധാനപ്പെട്ട ഒരു മേജർ ഏരിയ ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ COP29 വരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NCQG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ ഓൺ ക്ലൈമറ്റ് ഫിനാൻസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിനെ ചുരുക്കിയിട്ടാണ് NCQG എന്ന് വിളിക്കാറുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ 2025 തൊട്ട് ഡെവലപ്പിംഗ് കൺട്രീസിലെ ക്ലൈമറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് നൽകേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് 2025 തൊട്ട് മീറ്റ് ചെയ്യേണ്ട ഒരു ആനുവൽ ഫിനാൻഷ്യൽ ടാർഗറ്റ് ആണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2009 തൊട്ട് അന്നുണ്ടായിരുന്ന കോപ്പൻഹേഗൻ ക്ലൈമറ്റ് സമ്മിറ്റിനകത്ത് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഡെവലപ്പിംഗ് വേൾഡിലെ ക്ലൈമറ്റ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് വേൾഡിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് വേൾഡിലുള്ള അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ 2020 തൊട്ട് $100 ബില്യൺ ഓരോ വർഷവും കൊടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ കൃത്യമായിട്ട് ഈ $100 ബില്യൺ പെർ ഇയർ കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ടിങ്ങിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾസിനൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ ഷോർട്ട് കമ്മിങ്സിനൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കോപ്പൻഹേഗൻ ക്ലൈമറ്റ് സമ്മിറ്റിന് എടുത്തിട്ടുണ്ടായിരുന്ന ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടായിരുന്ന $100 ബില്യൺ പെർ ഇയർ എന്ന് പറയുന്ന ഡെവലപ്ഡ് കൺട്രീസിന്റെ പ്ലെഡ്ജിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻസ് സിസ്റ്റമാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ് അല്ലെങ്കിൽ ഒരു ഫണ്ടാണ് ഈ NCQG എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 2025 തൊട്ട് ഡെവലപ്ഡ് കൺട്രീസ് മീറ്റ് ചെയ്യേണ്ട ഒരു ഫണ്ടിങ് ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ടാർഗറ്റ് ഈ പറയുന്ന ഈ NCQGയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെഗോസിയേഷൻസ് ഒക്കെ അണ്ടർഗോയിങ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ COP29 ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറയുന്ന NCQGയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് IPEFനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ക്വാഡിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാഡിന്റെ 4ാമത്തെ സമ്മിറ്റ് ഇപ്പോൾ US വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വാഡിന്റെ സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ ഇന്ത്യ ഈ IPEFന്റെ ഭാഗമായിട്ടുള്ളതിന് 4 മേജർ പില്ലേഴ്സ് ഉണ്ട്. ഈ IPEFന് അതിനകത്തുള്ള 2 പില്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫെയർ എക്കണോമി എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ ക്ലീൻ എക്കണോമി എന്നൊക്കെ പറയുന്ന 2 പില്ലറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില എഗ്രിമെന്റുകൾ സൈൻ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 വന്നിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള വാർത്തകൾ ഈ സെയിം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഹിന്ദുവിലും കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് IPEF എന്ന് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPEF അഥവാ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇനീഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് ഫ്രെയിംവർക്ക് ആണ്. അതായത് അമേരിക്കയുമായിട്ട് അലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചില രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അമേരിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. ഇത് 2022 ടോക്കിയോയിൽ വെച്ചിട്ടാണ് US ഇത്
അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് US ലീഡ് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അമേരിക്കയും അമേരിക്കയുടെ പാർട്ട്ണർ കൺട്രീസുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അമേരിക്ക ഉൾപ്പെടെ 14 രാജ്യങ്ങളാണ് ഈ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റിയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ബ്രൂണെ, ഫിജി, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മലേഷ്യ, ന്യൂസിലാൻഡ്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം പ്ലസ് USA. ഈ 14 രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ US പ്ലസ് 13 രാജ്യങ്ങളാണ് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എക്കണോമിക് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എക്കണോമിക് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എക്കണോമിക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരസ്പര ധാരണയും അല്ലെങ്കിൽ കോപ്പറേഷനൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഡോ പസഫിക് മേഖലയിലുള്ള ചൈനയുടെ ഗ്രോവിംഗ് ഇൻഫ്ലുവൻസിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതിനൊരു ഓൾട്ടർനേറ്റീവ് രീതിയിലാണ് ഈ IPEF-നെ US മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അവർ എക്സ്പ്ലിസിറ്റ്ലി ഇതൊരു ആൻറ്റി ചൈന അലയൻസ് ആണെന്നോ അല്ലെങ്കിൽ ചൈനനെ കണ്ടെയ്ൻ ചെയ്യാനാണെന്നോ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ നോക്കിയാലും ഇവരെടുക്കുന്ന നിലപാടുകൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന IPEF-ന്റെ ഭാഗമായിട്ടുള്ള പാർട്ട്ണറിങ് കൺട്രീസിന്റെ എക്കണോമിക് എൻഗേജ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യുക, ഇവർക്ക് തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളുടെയൊക്കെ ഗ്രോത്ത്, ഈ മേഖലയുടെ പീസ്, പ്രോസ്പെരിറ്റി, ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇതിനൊക്കെ അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ IPEF-നകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ IPEF-ന്റെ 4 പില്ലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 പില്ലറുകൾ ബേസ് ചെയ്തിട്ടാണ് ഈ IPEF-ന്റെ എല്ലാ ഇനീഷ്യേറ്റീവ്സും വരുന്നത്. അപ്പോൾ ഇതിന്റെ പില്ലർ 1 എന്ന് പറയുന്നത് ട്രേഡ് ആണ്, പില്ലർ 2 എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ ആണ്, പില്ലർ 3 എന്ന് പറയുന്നത് ക്ലീൻ എക്കണോമിയാണ്, പില്ലർ 4 എന്ന് പറയുന്നത് ഫെയർ എക്കണോമിയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ 2024 സെപ്റ്റംബറിൽ ഈ ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ള ഈ 2-3 എഗ്രിമെന്റുകളും കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രസന്റ് സിനാരിയോയിൽ ഈ പറയുന്ന ട്രേഡ് ഒഴികെയുള്ള, അതായത് സപ്ലൈ ചെയിൻ, ക്ലീൻ എക്കണോമി, ഫെയർ എക്കണോമി, ഈ 3 പില്ലറുകളിലും ഇന്ത്യ ഒരു മെമ്പർ ആണെന്ന് മനസ്സിലാക്കുക. പക്ഷെ ഈ ട്രേഡ് പില്ലറിനകത്ത് ഇന്ത്യ ഒരു പൂർണ്ണമായിട്ടും മെമ്പർ അല്ല, ഇതിനകത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഈ ട്രേഡ് പില്ലറിനകത്ത് നിലവിൽ ഇന്ത്യ ഒരു ഒബ്സർവർ മാത്രമാണ്. കാരണം അത് നമ്മുടെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനൊക്കെ ചിലപ്പോൾ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രേഡ് പില്ലറിനകത്ത് ഇന്ത്യ ഒരു ഒബ്സർവർ മാത്രമാണ്. ബാക്കിയുള്ള 3 പില്ലേഴ്സിനകത്തും ഇന്ത്യ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ ഇന്ത്യ US റിലേഷൻസിന്റെ കോണ്ടെക്സ്റ്റിലോ ഇൻഡോ പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊരു ടോപ്പിക്, ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ന്യൂ ഇനീഷ്യേറ്റീവ്സ് ബൈ ക്വാഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാഡിന്റെ 4th ലീഡേഴ്സ് സമ്മിറ്റ് ഇപ്പോൾ US വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമ്മിറ്റിന്റെ ഇടയ്ക്ക് ക്വാഡ് പുതിയ ചില ഇനീഷ്യേറ്റീവ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഒരു 5 ഇനീഷ്യേറ്റീവ്സ് ആണുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്വാഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ബേസിക്കലി ക്വാഡ് എന്ന് പറയുന്നത് ക്വാഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നോ അല്ലെങ്കിൽ ക്വാഡിലാറ്ററൽ എന്നോ ചുരുക്കി പറയുന്ന ഒരു ബോഡിയാണ്. സോ ഇത് ഇന്ത്യ, അതുപോലെ തന്നെ US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്പൺ ഇൻഡോ പസഫിക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള മാരിടൈം സെക്യൂരിറ്റി, ഫ്രീഡം ഓഫ് നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോൾ നേരത്തെ ഈ IPEF-ന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ലെങ്കിലും ക്വാഡിന്റെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യം, അല്ലെങ്കിൽ ക്വാഡിന്റെയും ഒരു മേജർ ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചൈനയുടെ ഗ്രോവിംഗ് ഇൻഫ്ലുവൻസിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക്കിന്റെ ഒരു നേറ്റോ ആണ് ക്വാഡ് എന്നൊക്കെ ചില എക്സ്പേർട്ടുകൾ ക്വാഡിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ മാരിടൈം ഡൊമൈനിലും അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല മേഖലകളിലും ക്വാഡിനകത്ത് വലിയ രീതിയിലുള്ള കൊളാബറേഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ 4 രാജ്യങ്ങൾ കോമൺലി എക്സസൈസ് മലബാർ എന്ന് പറയുന്ന നേവൽ എക്സസൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 4 രാജ്യങ്ങളുമാണ്. അപ്പോൾ ഈ പറയുന്ന ക്വാഡിന്റെ ഈ ലീഡേഴ്സ് സമ്മിറ്റിനകത്ത് എടുത്തിട്ടുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൈത്രിയാണ്. മൈത്രി എന്ന് പറയുന്നത് മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ഇൻഡോ പസഫിക് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഈ മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ഇൻഡോ പസഫിക് അല്ലെങ്കിൽ മൈത്രി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാഡിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ, അതായത് ഇന്ത്യ, US, അതുപോലെ ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടാവും, അതായത് ഇവരുമായിട്ട് സഹകരിക്കുന്ന ഈ മേഖലയിലുള്ള രാജ്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ മാരിടൈം ഡൊമൈൻ അവയർനെസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെന്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ്, ഇങ്ങനെയുള്ള അവരുടെ സറൗണ്ടിങ് വാട്ടേഴ്സിനെ സെക്യൂർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും
അതുപോലെ തന്നെ ആ സറൗണ്ടിങ് വാട്ടേഴ്സിൽ അൺലോഫുൾ ആയിട്ടുള്ള ബിഹേവിയറുകളെ ഡിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ അവിടെ അവരുടെ നിയമങ്ങൾ നടപ്പിലാക്കാനൊക്കെയുള്ള എബിലിറ്റി അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന് പരസ്പരം സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ മൈത്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ സൗത്ത് ചൈന സീയിലൊക്കെ നടക്കുന്ന ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഈ ക്വാഡിലെ രാജ്യങ്ങളുടെ ഒരു പാർട്ട്ണർ കൺട്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ വിയറ്റ്നാം ഒക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ട്, അവരവരുടേതാണെന്ന് അവകാശപ്പെടുന്ന മേഖലകളിൽ ചൈനയുടെ കടന്നുകയറ്റം അവർ ഫേസ് ചെയ്യുന്നുണ്ട് മാരിടൈം ഡൊമൈനിൽ. അപ്പോൾ ഈ ചൈനയുടെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ ചൈനനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഡോ പസഫിക് പാർട്ട്ണർഷിപ്പ് ഫോർ മാരിടൈം ഡൊമൈൻ അവയർനെസ് IPMDA എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മൈത്രിക്കകത്തും വരുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈത്രിയുടെ ഒരു ഫസ്റ്റ് വർക്ക്ഷോപ്പ്, ഇനാഗുറൽ മൈത്രി വർക്ക്ഷോപ്പ് അടുത്ത വർഷം ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മൈത്രിയുടെ കേസ്. ഇനി രണ്ടാമത്തത് ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് ഇൻഡോ പസഫിക് റീജിയനിൽ ഈ ക്യാൻസർ ബേർഡൻ റെഡ്യൂസ് ചെയ്യാനും അതിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ക്യാൻസറിനെ എതിരായിട്ടുള്ള മെഡിസിൻസ്, വാക്സിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരസ്പരം കൊളാബറേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള, അതിനുള്ള മെഡിക്കൽ റിസർച്ചിനകത്തൊക്കെ കൊളാബറേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു മെഡിക്കൽ ഫീൽഡിനകത്ത് വലിയ ഇതിലൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലാണ് ഈ കാര്യം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്യാൻസർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, സയന്റിഫിക് എക്സ്പെർട്ടൈസ്, അതുപോലെ തന്നെ ഇതേ രാജ്യങ്ങളിൽ നിന്നുള്ള നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേംസ്, ഇവരുടെയൊക്കെ കൊളാബറേഷൻ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ചേർത്ത് ഉള്ള ഒരു വലിയൊരു കൊളാബറേഷനാണ് ഈ ക്വാഡ് ക്യാൻസർ മോൺഷോട്ടിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും തുടക്കത്തിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ക്വാഡ് ക്യാൻസർ മോൺഷോട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സെർവിക്കൽ ക്യാൻസറിനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഈ സെർവിക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രഗ്സ് ഒക്കെ സപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ക്വാഡ് ഇൻഡോ പസഫിക് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ബേസിക്കലി ഈ ക്വാഡ് ഇൻഡോ പസഫിക് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ക്വാഡിലെ അംഗരാജ്യങ്ങളായിട്ട് രാജ്യങ്ങളും അവരുടെ പാർട്ട്നേഴ്സും അവരുടെ എയർലിഫ്റ്റ് കേപ്പബിലിറ്റി, അതായത് വലിയ രീതിയിൽ ഉള്ള നമ്മുടെ കാരിയർ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും, സ്ട്രാറ്റജിക് എയർലിഫ്റ്റ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ C5 എന്നൊക്കെ പറയുന്ന എയർക്രാഫ്റ്റുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ എയർലിഫ്റ്റ് കപ്പാസിറ്റി പരസ്പരം ഷെയർ ചെയ്യാനും, അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കളക്റ്റീവായിട്ട് വലിയ രീതിയിൽ മാസീവ് ആയിട്ടുള്ള ലൊജിസ്റ്റിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും, വലിയ രീതിയിൽ ഈ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു കളക്റ്റീവ് ലോജിസ്റ്റിക് സ്ട്രെങ്ത്തിനെ ലിവറേജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിവിലിയൻ റെസ്പോൺസസ് ഇവർക്ക് ഇതുവഴി ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇനീഷ്യേറ്റീവായിട്ട് പറയുന്നത് ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷനാണ്. ഇത് 2025 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു മിഷനാണ്. ബേസിക്കലി ഈ പറയുന്ന മാരിടൈം ഡൊമൈനിലുള്ള ഈ ക്വാഡ് രാജ്യങ്ങൾക്കിടയിൽ മാരിടൈം ഡൊമൈനിലുള്ള, എസ്പെഷ്യലി മാരിടൈം സേഫ്റ്റി ഡൊമൈനിലുള്ള ഇന്റർ ഓപ്പറബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർ ഓപ്പറബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തത് മാരിടൈം ലീഗൽ ഡയലോഗാണ്. സോ ബേസിക്കലി ഒരു മാരിടൈം ഓപ്പറേഷൻസിനകത്തുള്ള ഒരു റൂൾ ബേസ്ഡ് ഓർഡർ അപ്ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒന്നാണ് മാരിടൈം ലീഗൽ ഡയലോഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്വച്ഛ് ഭാരത് മിഷൻ 2.0 കുറിച്ചാണ്. സോ ഈ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 എന്ന് പറയുന്നത് 2021-22 യൂണിയൻ ബഡ്ജറ്റിന്റെ സമയത്ത് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്ന് പറയുന്ന നഗരമേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് ഫേസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 എന്ന് പറയുന്നത്. ഇത് 2021 ഒക്ടോബർ 1 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഇതിന്റെ എയിംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് എന്ന് പറയുന്നത് 2021 തൊട്ട് 26 വരെയുള്ള 5 വർഷത്തേക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആ 5 വർഷത്തിനകത്ത്
ഇന്ത്യയിലുള്ള എല്ലാ നഗരങ്ങളും ഗാർബേജ് ഫ്രീ ആക്കുക, മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഗാർബേജ് ഫ്രീ സിറ്റീസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ടാമതായിട്ട് ഈ പറയുന്ന സ്വച്ഛ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിമൈനിങ് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുക, അത് സസ്റ്റൈനബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമതായിട്ട് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, UN-ന്റെ SDGs-ലേക്ക് 2030 ആകുമ്പോഴേക്കുള്ള SDGs-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ അച്ചീവ്മെന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്, യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. അത് സംസ്ഥാന ഗവൺമെന്റുകളുമായിട്ടും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസുമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരിലൂടെ ആയിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബന്റെ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് 2014 ഒക്ടോബർ 2-നാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അർബൻ ഏരിയാസ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് 100% സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. 2019 ഒക്ടോബർ വരെയാണ് അത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്കയെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് അവിടെ അധികാരത്തിലേറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ശ്രീലങ്കയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രീലങ്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഏഷ്യയിലുള്ള ഒരു ഐലൻഡ് നേഷനാണ് ശ്രീലങ്ക. സോ ഇന്ത്യൻ ഓഷനിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. സോ അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബേ ഓഫ് ബംഗാളിന്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിന്റെ സൗത്ത് വെസ്റ്റേൺ സൈഡിലായിട്ടാണ് ശ്രീലങ്ക ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീലങ്കക്ക് മാരിടൈം ബോർഡർ ഉള്ളത് ഇന്ത്യയുമായിട്ടും മാലദ്വീപ്സുമായിട്ടാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാരിടൈം ബോർഡർ ഉള്ളത് ഇന്ത്യയുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലുള്ള മാരിടൈം ബോർഡർ വരുന്നത് അവിടെ പ്രധാനമായിട്ടും 2 വാട്ടർ ബോഡീസ് ഉണ്ട്. ഒന്ന് പാക് സ്ട്രൈറ്റ് ആണ്, രണ്ടാമത്തത് ഗൾഫ് ഓഫ് മന്നാർ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് വാം ക്ലൈമറ്റ് ആണ്. അതുപോലെ തന്നെ ലോകത്തിലുള്ള 18ഓളം വരുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ശ്രീലങ്ക. അത് നമ്മുടെ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിൽ കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ് പ്ലസ് ശ്രീലങ്കയാണ് ഈ 18 എണ്ണത്തിലെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.